ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീടും പറമ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കണ്ണൂർ അരയാക്കണ്ടിപ്പാറ വില്ല പ്രൊജക്റ്റിൻ്റെ പ്ലോട്ടിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇനി ഒരേ ഒരു പ്ലോട്ടാണ് നിലവിൽ പെൻഡിങ് ഉള്ളത്. അതും റോഡ് സൈഡ് ഈ വില്ലൻ്റെ എൻട്രൻസിൻ്റെ അടുത്താണ്. ഈ കാണുന്ന 7 സെൻറ്റാണ് ബാക്കിയുള്ളത്. നല്ല സ്ക്വയർ പ്ലോട്ടാണ്. 8 വില്ല വരുന്ന വില്ല പ്രൊജക്റ്റിൽ 8ാമത്തെ പ്ലോട്ട് ഇനി പെൻഡിങ് ആണ്. ബാക്കിയെല്ലാം സെയിലായി കഴിഞ്ഞു. ഇത് മാത്രമേ ഉള്ളൂ ഇനി പെൻഡിങ്. ഈ ഒരു ലൈനിൽ ആകെ 2 വീടേ വരുന്നുള്ളൂ. 14 സെൻറ്റിൽ 7 സെൻറ്റായിട്ട്. ഒരു 7 സെൻറ്റ് ഒരു വക്കീൽ തലശ്ശേരി എന്നുള്ള ഒരു വക്കീലാണ് എടുത്തത്. ഇനി ഒരു 7 സെൻറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാനുള്ളത്. കാരണം നമുക്ക് കിണർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആകെ നമ്മളെ മുന്നിൽ ഒരു 8-9 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ കിണർ കുഴിക്കണം. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിക്കാം. അപ്പോൾ നമുക്ക് ഈ പ്ലോട്ടും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പ്ലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വില്ലയുടെ കിണർ പണിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 3 വീടിന് ഡയറക്റ്റ് ഈ റോഡിൽ നിന്നാണ് എൻട്രൻസ്. അത് കഴിഞ്ഞ് ഉള്ളോട്ടേക്ക് പോകുന്ന 5 വില്ലക്ക് ഇൻ്റർലോക്ക് റോഡ്, നമ്മുടെ വില്ല പ്രൊജക്റ്റിൻ്റെ റോഡുണ്ട്. റോഡ് പണിയൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടാറിട്ടതാണ്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ടാറിട്ടതാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. 8 വില്ലയിൽ 7 ബുക്കിഡായി. അതിൽ 3 കറൻ്റ്ലി രജിസ്ട്രേഷൻ കഴിഞ്ഞ്. ബാക്കി 3 പണി രജിസ്ട്രേഷൻ ഈ വരുന്ന ജൂണിനാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതൊക്കെ ഇവിടെ എല്ലാം ബുക്കായി കഴിഞ്ഞു. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എൻട്രൻസ് ആണ്. ഇവിടുന്ന് റോട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എൻട്രൻസ് ആണ് ഈ 3 വീടിനും. അടുത്ത വീട് വരുന്നത് ഇവിടുന്നാണ്. ഈ പോസ്റ്റിൻ്റെ ഇവിടുന്ന് ഇവിടം വരെ. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഞാൻ പറഞ്ഞ വില്ലയുടെ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ്. ഈ കാണുന്ന പോർഷനാണ്. ഒരു എൽ ഷേപ്പിൽ 4 മീറ്റർ വീതി ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് 3 മീറ്റർ വീതിയിൽ റോഡ്, ടാർട്ടർ റോഡ്. അപ്പോൾ ഈ കാണുന്ന പ്ലോട്ടാണ് നമുക്കിനി കൊടുക്കാൻ ബാക്കിയുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ വരും. ഈ കുറ്റിയടിച്ച് കണ്ടില്ലേ? അപ്പോൾ ഞാൻ വില്ലേൻ്റെ റോഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പം പോകുന്ന വില്ലേൻ്റെ റോഡ് ഈ കാണുന്നതാണ് 4 മീറ്റർ വീതിയിൽ റോഡ്. ഈ റോഡിന് ചേർന്നിട്ടുള്ള ഈ സ്ഥലം, ഈ പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാറിട്ട റോഡും കിട്ടും, അതുപോലെ തന്നെ വില്ല പ്രൊജക്റ്റിൻ്റെ ഇൻ്റർലോക്ക് റോഡും കിട്ടും. 2 റോഡും കിട്ടുന്ന ഒരു പ്ലോട്ട് ഈ ഒരൊറ്റ പ്ലോട്ട് മാത്രമേ ഉള്ളൂ. ഈ വില്ലൻ്റെ ഈ ഒരു പ്ലോട്ട് മാത്രമേ അങ്ങനെ ഉള്ളൂ. ബാക്കി എല്ലാ പ്ലോട്ടും എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ ഡയറക്റ്റ് റോഡും എൻട്രൻസ്, അല്ലെങ്കിൽ വില്ല പ്രൊജക്റ്റിൻ്റെ റോഡും എൻട്രൻസ്. ഈ ഒരു പ്ലോട്ടിന് മാത്രമാണ് 3 സൈഡ് വേണമെങ്കിൽ നമുക്ക് റോഡ് എടുക്കാം. അതിലേ എൻട്രൻസ് എടുക്കാം, സെൻറ്ററിൽ നിന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഇനി എല്ലാ വില്ല പ്രൊജക്റ്റിൻ്റെ റോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ക്വയർ പ്ലോട്ടാണ് ഇനി നിലവിൽ ബാക്കിയുള്ളത്. ഇതിൽ വരുന്ന 8 വീടും നിർമ്മിക്കുന്നത് ബി കോട്ട്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. പിന്നെ ഈ പ്ലോട്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വില്ല പ്രൊജക്റ്റ് എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് മെയിൻ്റനൻസ് മന്ത്ലി പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങൾ പ്ലോട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പേരിലാണ് ആ പ്ലോട്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളെ ഇഷ്ടത്തിന് എന്തും ചെയ്യുക. മെയിൻ്റനൻസ് ആയിട്ട് ഒന്നും വരുന്നില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ഇതുണ്ടല്ലോ, ഈ ഒരു 7 സെൻറ്റ് നമ്മൾ എല്ലാ ആൾക്കാർക്കും കോമൺ ആയിട്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു കോമൺ ഏരിയ ആണ് ഇത്. 6.25 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ 6.25 സെൻറ്റ് സ്ഥലം ഈ കാണുന്ന ഇതിലിപ്പോൾ നമ്മൾ ഈ ഹൈറ്റിൽ തന്നെ മതിലങ്ങ് കെട്ടും. ഹൈറ്റിൽ പൊന്തിക്കും. ഇതിനകത്ത് നമുക്കൊരു 15ഓളം കാറ് പാർക്ക് ചെയ്ത് നോക്കാൻ പറ്റും. മാത്രമല്ല, നമുക്ക് കല്യാണത്തിന് പന്തലിടാനും കല്യാണ ആവശ്യത്തിനെല്ലാം യൂസ് ചെയ്യാം. കോമൺ ആയിട്ട് നമുക്കെന്താ മീറ്റിംഗ് വെക്കാം. ഇനി കുട്ടികൾക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ കളിക്കാം. അതിനെല്ലാം കൂടിയിട്ട് ഇവിടെ മുകളിൽ നമ്മൾ ഫുൾ എന്താ പറയുക ഷീറ്റ് ഇടും. ടോപ്പിൽ നമ്മൾ ഷീറ്റ് ഇടും. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ അതിൽ ഈ വില്ല പ്രൊജക്റ്റ് കഴിയുമ്പോൾ ലാസ്റ്റാണ് ചെയ്യുക. അതുവരെ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നിലനിൽക്കും. ഇതിവിടെ നമ്മൾ ഇൻ്റർലോക്ക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു 7 സെൻറ്റാണ്. 7.25 സെൻറ്റ് സ്ഥലം. പിന്നെ എല്ലാ പ്ലോട്ടിനും ഓരോ കിണറുണ്ട് കേട്ടോ. അതാണ് നമ്മൾ വില്ലേൻ്റെ ഒരു പ്രത്യേകത. സാധാരണ വില്ല പ്രൊജക്റ്റ് എന്ന് പോലെ കേൾക്കുമ്പോൾ ഒരു കിണർ കുഴിച്ചിട്ട് എല്ലാ വീടിനും അതിൽ നിന്ന് സപ്ലൈ ആണ്. പക്ഷേ ഇതങ്ങനെയല്ല.
നമ്മൾ വെച്ചാൽ ഓരോ വീടിനും ഓരോ കിണർ. ഇതിപ്പോൾ അടുത്ത കിണർ പണി നമ്മൾ കുഴിച്ച് വെച്ചതാണ്. അതിൻ്റെ അപ്പുറം അങ്ങ് ലാസ്റ്റ് എൻ്റെ പ്ലോട്ടിൽ ഇപ്പോൾ കുഴിച്ച് കഴിഞ്ഞ് കെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോകുന്നുണ്ട് 2 വീട്. ഇതൊരു വക്കീലിൻ്റെതാണ്. അതിൻ്റെ അപ്പുറമുള്ള പ്ലോട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലോട്ട് 7 സെൻറ്റ്. അത് മാത്രമേ ഇനി നമുക്ക് ബാക്കി പെൻഡിങ് ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ബുധനാഴ്ചത്തേക്ക് നമ്മൾ ഈ കിണറിൻ്റെ പണി ഫിനിഷ് ചെയ്യും. ഓൾറെഡി കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കറൻ്റ് ഒരു 3 വീടാണ് ഇപ്പോൾ നിലവിൽ എടുക്കാൻ പോകുന്നത്. അതിൽ ഒന്ന് ഇതാണ് ഈ കാണുന്ന സെൻറ്ററിലുള്ളത്. ഈ കാണുന്ന പ്ലോട്ടാണ് നമ്മൾ നിലവിലിപ്പം വില്ല പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പ്ലോട്ട് അതിൻ്റെ കിണറാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ സൈറ്റ് നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്ലോട്ട് ഒന്ന് സൈറ്റ് പറ്റുമെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്യുക. അരയാക്കണ്ടി പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതിൽ ഞാനും ഒരു പ്ലോട്ട് വാങ്ങിയിട്ടുണ്ട്. എൻ്റേത് 7.25 സെൻറ്റാണ്. ആ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത്. എല്ലാ ആൾക്കാർക്കും ഓരോ കിണറുണ്ട്. എല്ലാ ആൾക്കാർക്കും വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. എത്ര വേനൽക്കാലം വന്നാലും ഇവിടെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ക്ഷാമമില്ല. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇത്. വേറെ പ്ലോട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ നിലവിലിപ്പം 3 കിണറിൻ്റെ പണി കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെൻ്റെ പണി ഇന്നത്തോട് കഴിഞ്ഞു. എൻ്റെ കിണറിൻ്റെ പണിയാണ് ഇപ്പോൾ അവിടെ നിങ്ങൾ കാണുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബുധനാഴ്ചത്തേക്ക് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ നിങ്ങളെ പ്ലാനിൽ നമ്മൾ വീട് വെച്ചുതരും. അത് നിങ്ങൾ എത്രയാണോ ബഡ്ജറ്റ്, സ്ഥലത്തിനൊരു എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് ഫിക്സ്ഡ് ആണ്. വീട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര നിങ്ങൾ ഇഷ്ടമുള്ള സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് എടുക്കാം. കുറഞ്ഞ ബഡ്ജറ്റിൽ വേണമെങ്കിൽ എടുക്കാം, കൂടിയ ബഡ്ജറ്റിൽ എടുക്കാം, എത്ര ബെഡ്റൂം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളെ കൺട്രോൾ, നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ക്യാഷ് ഉള്ളത് അതിനനുസരിച്ചിട്ട് വില്ല പണിഞ്ഞു തരും. അല്ലാണ്ട് ഇത്ര രൂപയ്ക്ക് തന്നെ എടുക്കണം എന്നൊന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ സെൻറ്റിന് വരുന്നത് 370 ആണ്. അപ്പോൾ താഴെ ഞാൻ എൻ്റെ നമ്പർ ഇടുന്നുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. വീടും സ്ഥലവും നമ്മൾ പ്ലോട്ടും സ്ഥലവും വീടും അടക്കമാണ് വെച്ച് കൊടുക്കുന്നത്. അല്ലാണ്ട് കാലി പ്ലോട്ടല്ല സെയിൽ ചെയ്യുന്നത്. കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരണ്ട. പ്ലോട്ട് മാത്രമായിട്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നില്ല, വീടടക്കമാണ്. അപ്പോൾ വില്ലയാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 8-9 മാസം കൊണ്ട് നമ്മൾ വില്ല പണി ചെയ്തു. ബികോട്സ് എന്ന് പറയുന്ന കമ്പനിയാണ് വീട് വെച്ച് കൊടുക്കുന്നത്. എല്ലാ ആൾക്കാർക്കും ഓരോരോ കിണറുണ്ട്, കോമൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ എന്താ പറയുക, ബികോട്സ് എന്ന് പറയുന്ന കമ്പനി, എഞ്ചിനീയറിംഗ് കമ്പനി ഏകദേശം ഒരു 10-18 വർഷമായി അവർ നിലവിൽ. പള്ളിക്കുന്നാണ് അവർ ഓഫീസ് വരുന്നത്. പിന്നെ നമുക്ക് 10 ഇയർ വാറൻറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ സാധനത്തിന് മെറ്റീരിയലിന് 10 ഇയർ വാറൻറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും വിത്തിൻ 24 അവേഴ്സിനുള്ളിൽ നമ്മൾ മെയിൻ്റനൻസ് ചെയ്ത് തരും. അത്രയും ഗ്യാരണ്ടി വർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബ്രാൻഡ് സാധനങ്ങൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. കജാരിയ ടൈല്, ഫസ്റ്റ് ക്വാളിറ്റി കല്ല്, ACC സിമെൻറ്റ്, ഏഷ്യൻ പെയിൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഹേവൽസ് അല്ലെങ്കിൽ ബ്രാൻഡായിട്ടുള്ള വയറുകൾ കാര്യങ്ങൾ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ വിളിക്കുക. ഇനി ഒരേ ഒരു പ്ലോട്ട് മാത്രം. താങ്ക് യു.